നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണം എന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഇസ്രായേൽ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ഇതോടുകൂടി യുദ്ധാവസാനം ഇപ്പോഴൊന്നും തന്നെ ആരും ആഗ്രഹിക്കേണ്ടതില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇതുവരെ നൽകുന്നത്. ഗസ യുദ്ധം അന്തിമഘട്ടത്തിലാണ് എന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ലെബനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിക്കുകയും ചെയ്തു. അതേസമയം ഗസയിൽ 21,000 കുട്ടികളെ കാണാനില്ല എന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദ ചിൽഡ്രൻ അറിയിക്കുകയും ചെയ്തു. സമ്പൂർണ്ണ വെടിനിർത്തലും ഗസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളി നെതന്യാഹു രംഗത്ത് വന്നു. ഗസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ല എന്നും നെതന്യാഹു വ്യക്തമാക്കി. ബന്ദികളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഹിസ്ബുള്ളയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗസ യുദ്ധം നിർത്തില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണം എന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ഗസ യുദ്ധം അവസാനിപ്പിക്കാതെ ലബനൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ US സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ അറിയിച്ചു. അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്നും ജേക്ക് സള്ളിവൻ ഉറപ്പു നൽകി. ഗസയിൽ ആക്രമണം നിർത്താനോ സൈനിക പിന്മാറ്റത്തിനോ ഇസ്രായേൽ തയ്യാറല്ല എന്ന് നെതന്യാഹുവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ പറയുന്നു. വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനും ലബനനിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രായേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നും ഹമാസ് താക്കീത് ചെയ്തു. ലബനൻ യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. ഹിസ്ബുള്ള അയച്ച മിസൈൽ പതിച്ച ഒരു കെട്ടിടം തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് ഹിസ്ബുള്ള അറിയിച്ചു. ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. ഗസയിൽ ഇസ്രായേൽ ആക്രമണം വ്യാപകവുമാണ്. ഗസ എമർജൻസി മെഡിക്കൽ ഡയറക്ടർ ഹാനി അൽ ജഫ്രാവി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നിട്ട മാസങ്ങളിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഠിനാധ്വാനം നടത്തിയ ജാഫ്രാവിയുടെ വിയോഗം ഗസയുടനീളം കണ്ണീർ പടർത്തുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതേസമയം ഗസയിൽ നടക്കുന്ന യുദ്ധത്തിന് അവസാനമില്ല എന്നും നെതന്യാഹുവിനെ അനുകൂലിക്കുന്ന ചാനലായ ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗസ നഗരമായ റഫേൽ സൈന്യം നിലവിലെ കരയാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് അർത്ഥമാക്കേണ്ടതില്ല. എന്നാൽ ഗസയിൽ കുറച്ച് സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂ എന്നും ഹിസ്ബുള്ളയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട് എന്നും നെതന്യാഹു പറഞ്ഞു. ഞങ്ങളുടെ സേനകളിൽ ചിലതിനെ വടക്കോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട്. പ്രതിരോധത്തിനു വേണ്ടി ഞങ്ങളത് ചെയ്യും. ഒപ്പം 10,000-കണക്കിന് കുടിയിറക്കപ്പെട്ട ഇസ്രായേലികളെ നാട്ടിലേക്ക് മടക്കാൻ അനുവദിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ലബനിലെ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നീക്കം മേഖലയെ സമ്പൂർണ്ണമായി സംഘർഷത്തിലാഴ്ത്തുമെന്ന ആശങ്ക ഉയർത്തുന്നു. ഒക്ടോബർ 7-ന് ആരംഭിച്ച ഗസ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം തുടർന്നിരുന്നു. പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടൽ നടന്നു. ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള. ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് മറ്റ് ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. വൈറ്റ് ഹൌസ് വക്താവ് അമോസ് ഹോച്ച്സ്റ്റീവ് കഴിഞ്ഞയാഴ്ച ഇസ്രായേലിനെയും ലെബനനെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇതെല്ലാം മറികടന്ന് പോരാട്ടം തുടരുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രായേലുമായുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്ക് പുതിയ ആയുധങ്ങളും രഹസ്യാന്വേഷണ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ള സൂചന നൽകി ഇസ്രായേലിനകത്ത് കൂടുതൽ നിർണായക സ്ഥലങ്ങൾ ലക്ഷ്യമിടുമെന്ന് മുതിർന്ന നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുള്ള ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മുന്നറിയിപ്പുകൾ ഇല്ലാതെ ആക്രമിക്കുന്നു. ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികന് കഴിഞ്ഞ ദിവസം ഗുരുതരമായി പരിക്കേൽക്കുകയും ഉണ്ടായി. എന്നാൽ തങ്ങളുടെ മുഴുശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഹിസ്ബുള്ളക്കെതിരെ പുറത്തെടുത്തിട്ടുള്ളൂ എന്നും ഒരു യുദ്ധമുണ്ടായ ലബനൻ രണ്ടാം ഗസയായി മാറുമെന്നുമാണ് ഇസ്രായേലിന്റെ താക്കീത്. ലെബനനാണ് ആക്രമണത്തിനുള്ള ഒരു പുതിയ പദ്ധതി അംഗീകരിച്ചതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞയാഴ്ച പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിനിടെ ഇസ്രായേൽ ലബനീസ് അതിർത്തി പുകയവേ ശനിയാഴ്ച റെഡ് ക്രോസിന്റെ ഗസയിലെ ഓഫീസിന് സമീപം ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഓഫീസിന് കാര്യമായ കേടുപാടുകൾ ഉണ്ടായെന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി അറിയിച്ചു. വെള്ളിയാഴ്ച തെക്കൻ ഗസ നഗരമായ റഫേലെ അഭയാർത്ഥി കൂടാരങ്ങൾക്കുമേൽ ബോംബിട്ട് ഇസ്രായേൽ 25 പേരെ വധിച്ചിരുന്നു. 50 പേർ പരിക്കേറ്റു. ഇവരെ റെഡ് ക്രോസിന്റെ
തിരികെ ഫീൽഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കൻ തീരമേഖലയായ അൽമവാസിയിലാണ് ആക്രമണം ഉണ്ടായത് എന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മെയ് ആദ്യം റഫേൽ ഇസ്രായേൽ കരയധിനിവേശം ആരംഭിച്ചതോടെ അവിടെ നിന്ന് ഒഴിഞ്ഞെത്തിയവരാണ് സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച മവാസിയിൽ കൂടാരം കെട്ടി പാർപ്പിക്കുന്നത്. വടക്കൻ ഗസയിലെ പ്രധാന നഗരമായ ഗസ സിറ്റിയിലും ഇസ്രായേൽ സൈന്യവും ഹമാസുകാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. വെള്ളിയാഴ്ച ഗസ സിറ്റിയിലെ അൽ അഹ്ലി ആശുപത്രിയിൽ മാത്രം 30 മൃതദേഹങ്ങളാണ് എത്തിയത്. സൈത്തൂണിൽ ഇസ്രായേൽ സേനാ ഹെലികോപ്റ്ററുകൾ തീതുപ്പി ഗസയിലാകെ മരണം 37,431 മാറുകയും ചെയ്യുകയാണ്.